ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഖലീഫ എന്ന സിനിമയുടെ പുതിയൊരു വീഡിയോ, ഗ്ലിംസ് വീഡിയോ, അതായത് ട്രെയിലർ പോലത്തെ ടീസർ പോലത്തെ ഒരു വീഡിയോ റിലീസായിട്ടുണ്ട്. അതാണ് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുൻപായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ജിനു എബ്രഹാം. Okay, gold smuggling. Kerala. Okay, yeah. There is gold everywhere. Hindrance. BGM ഒരു രക്ഷയില്ല കേട്ടോ. ഗുഡ് BGM. കൊഫെ പോസ് ആക്റ്റാണ് വിഷയം കണ്ടോ. വടക്ക് സുക്കൂർ നരയൻ ബാക്കിയും ഹാജി മസ്താനി, ഇവിടെ തെക്ക് മുതലിയാരും, പിന്നെ മാമ്പ്രക്കൽ അഹമ്മദ് അലി. ഓക്കെ, ഗോൾഡ്. ഓ, ബാർ ചോക്കോബാറിന് പകരം ഗോൾഡ് ബാർ. നാലാള് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസസ് ഗാന്ധി. അങ്ങനെ ഒരു 74 പാർലമെന്റ് കൊഫെ പോസ പാസ്സാക്കി. 74 ആക്ട് വന്നിട്ടുള്ളത്. ഒരു അരമണിക്കൂർ അഹമ്മദാലിനെ പിടിച്ച് അകത്തുകാൻ ഓരെ കൊണ്ടായിട്ടില്ല സാറേ. ആ അഹമ്മദാലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അടിപൊളിട്ടോ. ഓ ഓ ഇടു പൃഥ്വിരാജ് സുകുമാരൻ. ഓ, ചമ്മൻ ചാക്കോ എഡിറ്റർ. മ്യൂസിക് ജെക്സ് ബിജോയ്. ഓ, ആമിർ അലി വിദ്യണ്ടോ. അടിപൊളി, സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, ഖലീഫ വൈശാഖ് ഫിലിം. ഓ, യാനിക് ബൻ ആക്ഷൻ സൗണ്ട് ഡിസൈൻ. ഓണം 2006. അപ്പോൾ ഓണം 2026 സിനിമ റിലീസാകാൻ പോകുന്നത്. നല്ല അടിപൊളി സൂപ്പർ ഒരു ഗ്ലിംസ് വീഡിയോ ആയിരുന്നു. നല്ല കിഡിലൻ വീഡിയോ. ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഈ കഥയിൽ സ്റ്റോറി ഇട്ട് പറഞ്ഞത് അതൊരു പരമ്പര തന്നെയാണ്. അതാണ് ഖലീഫ ദ ബ്ലഡ് ലൈൻ എന്നുള്ള ടാഗ് ലൈൻ തന്നെ കണ്ടറിയാം. ഒരു പരമ്പര അതിൽ തന്നെ പറയുന്നുണ്ട്. പേരക്കുട്ടിയായിട്ടാണ് വരുന്നതെന്ന് പൃഥ്വിരാജ്. അപ്പോൾ ഒരു പരമ്പര, ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ഒരു പരമ്പര കഥ. എന്നാൽ മാർക്കൊക്കെ പോലെ തന്നെ നല്ല ബ്രൂട്ടലായിട്ട് സീൻസൊക്കെ ഉണ്ടെന്ന് ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ, അല്ല ഈ ഒരു ഗ്ലിംസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം അതിൽ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പുറമെ അതിൽ ആ ഗോൾഡൊക്കെ കാണിക്കുമ്പോൾ തന്നെ അതിൽ ഒരു ഗോൾഡിലൊക്കെ ലോഗോ കാണിക്കുന്നുണ്ട്. ആമിർ എന്നുള്ളതിന് എന്നുള്ള ഒരു ലോഗോ അല്ലെ ഗോൾഡിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല കിഡിലൻ സൂപ്പർ ഒരു സിനിമ തന്നെയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആക്ഷൻ ചെയ്തിരുന്നത് യാനിക് ബന്നാണ്. യാനിക് ബന്നായിരുന്നു ഇതിനു മുമ്പുള്ള ലോഗയിലും ആക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ജെക്സ് ബിജോയുടെ മ്യൂസിക് BGM ഒരു രക്ഷയിലുള്ള കിഡിലൻ സൂപ്പർ BGM ആയിരുന്നു.